ആപ്പിൾ പേരക്ക പോലത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ട് സിമ്പിളായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ നോക്കാം. അതിൻ്റെ സെൻറ്റർ നമുക്ക് ഇതുപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടും. അതിൻ്റെ സൈഡും നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേൽഭാഗം ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 3 ഷീറ്റ് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് നമുക്കൊരു മാല പോലെ ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡ് കട്ട് ചെയ്യാത്ത ഇതുപോലുള്ള ഒരു പീസും വേണം കേട്ടോ. ഇനി ഈ കട്ട് ചെയ്ത് മാലയാക്കി വെച്ച ഈ പീസ് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള നൂലൊക്കെ എടുത്ത് കെട്ടിട്ടിട്ട് നന്നായിട്ട് വലിച്ചിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മുറിക്കാത്ത സൈഡ് കട്ട് ചെയ്യാത്തൊരു പീസ് വെച്ചില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലക്കും നൂല് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. പിന്നെ നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി. അപ്പം നമ്മുടെ ഇതളുകളൊക്കെ വിരിഞ്ഞിങ്ങനെ ജസ്റ്റ് ചെറുതായി ഇങ്ങനെ വിരിഞ്ഞ് വരും. പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വിടർത്തി കൊടുത്താൽ മതി. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ആക്കി കൊടുക്കാം. പിന്നെ ഫോം ഷീറ്റിൽ കുറച്ച് ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും മതി. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഒന്ന് മോഡലാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ചധികം ലീഫുകൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്ക് വേണം. ആ സ്റ്റിക്കിൻ്റെ മേലൊക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഗ്രീൻ ടാപ്പ് ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഇതുപോലെ നമ്മുടെ റിബണാണ് ചുറ്റി കൊടുക്കുന്നത്. ഇനി ഒരു റൗണ്ട് പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് ഇതുപോലെ നടുക്കിലായിട്ട് നമ്മുടെ കോല് വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറും കൂടെ ഇതുപോലെ നമ്മുടെ സ്റ്റിക്കിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 2 നൂൽക്കമ്പി എടുത്തിട്ട് അതിലും നമ്മുടെ റിബൺ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡിലായിട്ടും ഒന്ന് ഒട്ടിക്കുക. അതിൻ്റെ മേലേക്ക് ലീഫും വെച്ചാൽ നമ്മുടെ ഫ്ലവറിൻ്റെ ഇവിടെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.